റീസെറ്റ് ഇതൊരു അലുമിനിയം വയറാണ്. ഇതിന്റെ ഇൻസുലേഷൻ കളയാൻ എന്തെങ്കിലും വേണം? ചീകി ഇത് ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇത് നൈഫ് കൊണ്ട് ഇങ്ങനെ സ്ട്രൈപ്പ് ചെയ്താണ് സാധാരണ പണ്ട് കളഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നല്ല മിൽസ് കൂടിയ ലാമിനേഷനാണ്, നല്ല കട്ടിയിൽ ഹെവി ലാമിനേഷൻ. അതെ, ഹെവി മിൽസ് കൂടുതലാണ് ഇതിന്. 18 ആമ്പിയാ. പക്ഷെ ഇത് പുതിയ കാലത്ത് ഒരു കെമിക്കൽ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, നല്ല റിസൾട്ടാണ്. ഇതിന്റെ പേര് ന്യൂയിസോൾ 3 എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ആസിഡാണ്, നമ്മുടെ കൈയൊന്നും പൊള്ളൂല്ല. പക്ഷെ ഇതിനകത്ത് ഇത് മുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ ലാമിനേഷൻ ആ മുക്കുന്നത്രയും ഭാഗം ലയിച്ചു പോകും, നല്ല ക്ലീൻ ആയിട്ടുള്ള മെറ്റൽ തെളിഞ്ഞു വരും. അപ്പോൾ ഈ ലാമിനേഷൻ റിമൂവറാണിത്. ഇതൊക്കെ ഈ അടുത്ത കാലത്താണ് കിട്ടി തുടങ്ങിയത്, നല്ലതാണിത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് കെമിക്കലാണ്, ഇതിനകത്ത് എന്തോ കുറെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ആണല്ലോ, അപ്പം അത് ഇതിനകത്ത് മുക്കിയിട്ട് കഴിഞ്ഞാൽ ആ മുങ്ങിക്കിടക്കുന്നത്രയും ഭാഗം ലയിച്ചു പോകും, നല്ല ഇൻസുലേഷൻ അതിനകത്തുനിന്ന് റിമൂവ് ആയി പോകും, ഉരുകി പോകണത്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് പരിപാടി. ഇപ്പം ട്രാൻസ്ഫോർമറൊക്കെ വൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ സോൾഡറിങ് വരേണ്ട ഭാഗം ഈ ലൈനിൽ മുക്കി വെച്ചാൽ മതി. അധികം നേരം മുക്കണോ? ഇല്ല, പെട്ടെന്നാവും അത്. കൊറോഷൻ എന്തെങ്കിലും ഇല്ല, കൊറോഷൻ ഇല്ലാത്ത സാധനമാണിത്. എത്ര കാലം കഴിഞ്ഞാൽ മുക്കിന്ന് പറഞ്ഞിട്ട് കമ്പി ദ്രവിച്ചു പോകണം? ഇല്ല, അങ്ങനെ ദ്രവിക്കുന്ന കൊറോഷൻ സംഭവിക്കുന്ന കെമിക്കൽ അല്ല ഇത്. അത് ലാമിനേഷൻ പോവുകയും ചെയ്യും, അതിനകത്തൊരു കോട്ടിങ്ങും കൂടി കിട്ടുന്നുണ്ട്. ഞാനിത് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് കൊറോഷൻ ഉണ്ടെന്ന് പരീക്ഷിച്ചിട്ടുണ്ട്, കൊറോഷൻ ആവുന്നില്ല. നമ്മുടെ ഉപയോഗം നല്ലപോലെ നടക്കും. ഇങ്ങനെ സ്ക്രൈപ്പ് ചെയ്ത് വിഷമിക്കണ്ട, പെട്ടെന്നാവും. നല്ല സാധനമാണിത്. ഇത് എവിടെ കിട്ടുന്നത്? ഇത് എറണാകുളത്ത് നമുക്ക് പരിചയമുള്ള ഒരു ഷോപ്പുണ്ട്, പള്ളിമുക്കിലാണത്, അവിടെ വാങ്ങിക്കുന്നത്. അശോമ ഇലക്ട്രിക്കൽസ് അല്ലേ? പള്ളിമുക്കില്, ചർച്ച് ലാൻഡിംഗ് റോഡില് അശോമ ഇലക്ട്രിക്കൽസ്. മെഡിക്കൽസിന്റെ ഓപ്പോസിറ്റ് റോഡാണ്. കുറച്ച് ഉള്ളിലേക്ക് ഉണ്ടല്ലോ, ആ പള്ളി കഴിഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുമ്പോ വളവിലാണ്. വാര്യൻ റോട്ടിലാണിത്, വാര്യൻ റോഡ്. അത് ശരി.